ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ആഗ്ര മദ്ര ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണിന്ന്. നമ്മളിന്ന് പോകുന്നത് താജ്മഹലിലേക്കാണ്. അപ്പം താജ്മഹലിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് സൺറൈസ് മുതൽ സൺസെറ്റ് വരെയാണ്. അപ്പം ഞങ്ങൾ രാവിലെ ഇറങ്ങി. അപ്പം എത്ര നേരത്തെ എത്താൻ പറ്റുമോ അത്രയും നേരത്തെ എത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തിരക്ക് കുറവായിരിക്കും ആ സമയത്ത്. ഈ കാണുന്നതാണ് താജ്മഹലിൻ്റെ വെസ്റ്റ് ഗേറ്റിന് അടുത്തുള്ള മെട്രോ സ്റ്റേഷനാണിത്. അപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തത്. ഇവിടെ 2 വീലറും 4 വീലറും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വെസ്റ്റ് ഗേറ്റിനകത്തോട്ട് കടന്നു. അപ്പം ഇവിടെ നിന്നൊരു 2-3 മിനിറ്റ് നടക്കാനുണ്ട് ഉള്ളിലോട്ട്. അപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇലക്ട്രിക് വെഹിക്കിൾ അവൈലബിൾ ആണ്. ചെറിയ ചാർജ് മാത്രമേ അതിന് ഈടാക്കുന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. ഞങ്ങൾ ഇവിടെ ഒരു 6:30 ആകുമ്പോഴൊക്കെയാണ് എത്തിയത്. ഇപ്പം വഴിയിലൊന്നും അത്ര തിരക്ക് കാണുന്നില്ല. ചിലർ ഈ ഗാർഡനിലൊക്കെ ഇരുന്ന് എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് കാണുന്നുണ്ട്. ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. ഇവിടെ റൈറ്റ് സൈഡിൽ താജ്മഹലിൻ്റെ ഹിസ്റ്റോറിക്കൽ ഫൗണ്ടേഷൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് വാഷ് റൂം വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ തൊട്ടടുത്തായിട്ടുണ്ട്. പിന്നെ കൂടാതെ എന്താണെന്ന് വെച്ചാൽ താജ്മഹലിനകത്തേക്ക് പോകുമ്പോൾ മൊബൈല്, പേഴ്സ്, പിന്നെ ക്യാമറ ഇതൊക്കെ അലൗഡാണ്. പക്ഷേ ബാഗ്, ഫുഡ് ഐറ്റംസ്, ഇലക്ട്രോണിക് ഐറ്റംസ് ഇതൊന്നും, കോസ്മെറ്റിക് ഐറ്റംസ് ഇതൊന്നും അലൗഡ് അല്ല. അപ്പം അതിനുവേണ്ടി നമുക്കിവിടെ ഒരു ലോക്കർ അവൈലബിൾ ആണ്. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ താജ്മഹലിനകത്തേക്ക് പോകാൻ പോയെന്ന്. രാവിലെ ഇവിടെ ക്ലീൻ ചെയ്യുന്നൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ താജ്മഹലിലേക്ക് എൻട്രി ഇല്ല. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാവും. വെള്ളിയാഴ്ച ദിവസമാണ് ഇവിടെ പെർമിഷൻ ഇല്ലാത്തത്. അങ്ങനെ ഞങ്ങൾ താജ്മഹലിൻ്റെ വെസ്റ്റ് ഗേറ്റ് എൻട്രിയിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങളവിടെ എത്തുമ്പോഴത്തേക്ക് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ചു രാവിലെ ഞങ്ങളായിരിക്കും ആദ്യം എത്തുന്നതെന്ന്. പക്ഷേ ഞങ്ങൾക്ക് മുന്നേ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. കുറച്ച് സമയം നമുക്ക് ലൈനിൽ നിൽക്കേണ്ടി വന്നു. താജ്മഹലിൻ്റെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത്, അകത്തേക്ക് കയറാനുള്ള ടിക്കറ്റ് റേറ്റ് 50 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ ചെക്കിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പം നല്ല രീതിയിൽ തന്നെ ചെക്കിങ് ചെയ്യുന്നുണ്ട്. ഫുഡ് ഐറ്റംസ് ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കാര്യമായിട്ട് തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറാൻ പോവുകയെന്ന്. ഭയങ്കര എക്സൈറ്റഡ് ആണ് കാണാൻ വേണ്ടിയിട്ട്. നോക്കാം. അങ്ങനെ ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലിൻ്റെ അടുത്തേക്കാണ് ഞാൻ ഈ അടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഗ്രേറ്റ് ഗേറ്റ് എന്ന് പറയുന്നത്. ഇതിന് തൊട്ട് പുറകിലായാണ് താജ്മഹൽ കാണാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിന് 2 എൻട്രൻസ് ഉണ്ട്. ഒന്ന് ഈസ്റ്റ് ഗേറ്റും ഒന്ന് വെസ്റ്റ് ഗേറ്റും. ഞങ്ങൾ വെസ്റ്റ് ഗേറ്റ് വഴിയാണ് വന്നത്. ആ കാണുന്നതാണ് ഈസ്റ്റ് ഗേറ്റ്. അപ്പോൾ അതിൽ കൂടി ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ മിക്കവാറും ആൾക്കാരൊക്കെ എത്തുന്നതും ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളതും വെസ്റ്റ് ഗേറ്റ് വഴി വരുന്നതാണ് കണ്ടിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ താജ്മഹൽ കാണാൻ വേണ്ടി ഈ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ ഇങ്ങനെ പോകുന്നത്. പിന്നെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് ഈ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഒരുപാട് നാളായി കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുള്ള താജ്മഹലിൻ്റെ ഒരു
രൂപം കാണാൻ പറ്റി. ഭയങ്കര ഭംഗിയാണ്. അടുത്തോട്ട് പോകുന്തോറും അതിൻ്റെ സൗന്ദര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയെന്ന്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിലൊക്കെ പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ ഫോട്ടോസൊക്കെ എടുത്തു തരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു ഫോട്ടോന് 60 രൂപ എങ്ങാനുമാണ്. അപ്പം അങ്ങനെ 10 ഫോട്ടോസ് അങ്ങനെ സെറ്റായിട്ട് ആൽബമൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഇവിടെ കണ്ടു. ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് മുന്നോട്ട് നടന്നു. ഞങ്ങൾക്കിവിടെ ഒരുപാട് ഫോറിനേഴ്സിനൊക്കെ കാണാൻ പറ്റിയിട്ടോ. കുറച്ച് പേര് സംസാരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ താജ്മഹലിനെ അകത്ത് കയറാൻ വേണ്ടി പോവുകയെന്ന്. താജ്മഹലിന് അകത്ത് കയറണമെങ്കിൽ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. 200 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. ഓൺലൈനായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഞങ്ങളവിടെ ചെന്നതിന് ശേഷമാണ് ടിക്കറ്റ് എടുത്തത്. പിന്നെ ചെരുപ്പോ ഷൂസോ ഒന്നും അലൗഡ് അല്ല അകത്ത്. അതിന് സെപ്പറേറ്റ് ഒരു കവറ് ധരിക്കണം. ആ കവർ നമുക്ക് ഇവിടുന്ന് ഫ്രീ ആയിട്ട് ലഭിക്കും. അത് കൂടാതെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാനും കിട്ടും. 10 രൂപ എങ്ങാനും അതിൻ്റെ റേറ്റ് ഉള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ നല്ല തിരക്കുണ്ട്. ഇനി അകത്തേക്ക് പോകുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് അറിയില്ല. പോയി നോക്കാം എന്തായിട്ടും. അങ്ങനെ ഞങ്ങൾ താജ്മഹലിനെ കൂടുതൽ അടുത്ത് നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഞാനതൊക്കെ തൊട്ടൊന്ന് നോക്കി. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം ഈ കാണുന്നതാണ് മിനാരം. അങ്ങനെ 4 മിനാരങ്ങൾ ഉണ്ട് താജ്മഹലിന്. അപ്പം പുറത്തേക്ക് ചെരിഞ്ഞ് വീഴുന്ന രീതിയിലാണ് ഈ മിനാരങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. അഥവാ ഭൂമികുലുക്കോ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ പുറത്തോട്ട് ചെരിഞ്ഞ് വീഴുന്ന രീതിയിലാണ് ഇത് പണിതിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ സ്റ്റെപ്പൊക്കെ കയറി മുകളിലെത്തിയിരിക്കുകയാണ്. മുകളിൽ കയറുമ്പോൾ ഇവിടെ ക്യൂ ഒക്കെ കാണാൻ പറ്റും. ഈ ക്യൂ നിന്നിട്ട് വേണം നമുക്കൊന്ന് അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. കാണും തോറും ഭയങ്കര ഭംഗിയാണ്. ഈ കാണുന്നതാണ് മോസ്ക്. ഇതേപോലെ നിർമ്മിതി അപ്പുറത്തെ സൈഡിലുണ്ട്. അതാണ് ഗസ്റ്റ് ഹൗസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഞങ്ങൾ പുറത്തേക്കൂടെ ഒക്കെ നടന്ന് തിരക്ക് കുറച്ച് കുറയുമ്പോൾ അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുറത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ നടന്നു. പിന്നൊരു കാര്യം എന്ന് പറയുന്നത് താജ്മഹലിനകത്ത് ക്യാമറ അലൗഡ് അല്ല. അപ്പം പുറത്തുള്ള ദൃശ്യങ്ങൾ മാത്രമേ നമുക്ക് പകർത്താൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ഈ മാർബിളിലൊക്കെ അറബിയിലൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ പറ്റും. 17th സെഞ്ച്വറിയിലാണ് താജ്മഹൽ പണിതിരിക്കുന്നത്. ആ സമയത്തൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഒരേപോലെ ഒരേ ഷേപ്പിലുള്ള മാർബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അത്രയും ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ താജ്മഹലിനകത്തൊക്കെ കയറി നേരെ മിഡിലായിട്ട് മുംതാസിൻ്റെ ശവകുടീരവും തൊട്ട് സൈഡിലായിട്ട് ഷാജഹാൻ്റെ ശവകുടീരവും ഉണ്ട്. അപ്പം ഞങ്ങൾ അതൊക്കെ കണ്ട് താജ്മഹലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ഒരുപാട് പേര് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നത് കാണാൻ പറ്റും. ഈ കാണുന്നതാണ് യമുന നദി. നമ്മൾ ബുക്കിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ നോക്കിയാൽ നമുക്ക് ആഗ്ര ഫോർട്ട് കാണാൻ പറ്റും. താജ്മഹലിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് മേത്താബ് ഗാർഡൻ വരുന്നത്. ഞങ്ങളവിടെ ഇന്നലെ പോയതാണ്. പക്ഷേ ഞങ്ങളവിടെ എത്തുമ്പോൾ ലേറ്റായി പോയി. ഞങ്ങൾ മുന്നേ പോയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങളവിടെ നിന്ന് താജ്മഹലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ആഗ്ര ഫോർട്ടാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.